മാർക്കറ്റിംഗ് പേർപ്പസിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഭംഗിക്ക് വേണ്ടി ആ ഒരാളും കൂടി അതിലുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു കഥാപാത്രം ഉണ്ടാക്കുമോ? അങ്ങനെ ഒരു സ്ത്രീ കഥാപാത്രം ഇൻഫ്ലുവൻസറിനെ യൂസ് ചെയ്യുന്നുള്ളതാണോ? എനിവൺ ഒരിക്കലും കാസ്റ്റിങ്ങിൽ അങ്ങനെ ഒരു സംഭവം ഞാൻ ചെയ്യില്ല. ഇപ്പം ഇവൻ മോഹൻലാൽ ശോഭന ആണെങ്കിൽ പോലും ശോഭനേനെ കാസ്റ്റ് ചെയ്യുന്നതിനകത്ത് ഒരുപാട് വട്ടം നമ്മൾ അതൊരു സിനിമയ്ക്ക് നല്ലത് തന്നെയല്ലേ, ആ ക്യാരക്ടർ ശോഭനയ്ക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതില്ലേ എന്ന് പറയുന്നൊരു ഡിസ്കഷൻസ് ഒരുപാട് വട്ടം പോയിട്ടുണ്ട്. അപ്പം വെറുതെ ഒരു ഷോ കേസിന് മേലെ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്ന ആൾ അഭിനയിച്ചതിൻ്റെ പേരിൽ ഒരു 10 ആൾ കൂടുതൽ വന്ന് കാണാനായിട്ട് സിനിമയിലേക്ക് ഒരിക്കലും കാസ്റ്റ് ചെയ്യില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും സൗദി വെള്ളക്കയിൽ ദേവി വർമ്മനെ പോലത്തെ ഒരാളെ കാസ്റ്റ് ചെയ്യല. ദേവി വർമ്മനെ ആർക്കും അറിയില്ല. ദേവി വർമ്മ ഇവിടെ തൃപ്പൂണിത്തുറ ഒരു ഫ്ലാറ്റിൽ 4ാമത്തെ നിലയിൽ ഫാമിലിക്കൊപ്പം നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. അവർ സിനിമകളിൽ അഭിനയിച്ചിട്ടില്ല, നാടകങ്ങളിൽ അഭിനയിച്ചിട്ടില്ല, ഒരു പൊതുപ്രവർത്തകയല്ല, പുറത്തു പോലും ഇറങ്ങാറില്ല അവർ. ഞാൻ ഏതൊരു ഫോട്ടോയിൽ നിന്ന് കണ്ടിട്ടാണ് എനിക്ക് ഈ രൂപം വേണമെന്നും പറഞ്ഞു പോയി അവരെ പോയി കാസ്റ്റ് ചെയ്യുന്നു. അപ്പം അങ്ങനെ ഇതുവരെയും സിനിമയിൽ നമ്മുടെ ഒരു സൗഹൃദങ്ങളിൽ നിന്ന് പോലും അങ്ങനെ ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഞാൻ അവരോട് ആരും ചെയ്തിട്ടില്ല. ചെയ്താൽ ആ സിനിമ തിരിച്ചടിക്കും. ഇനി സിനിമയിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നടക്കാമെന്ന് വിചാരിക്കുക. അപ്പം നമ്മുടെ ഒരു സുഹൃത്ത് കണ്ടു നിൽക്കുന്നവനുണ്ടായിരിക്കും, അവൻ ഈ പ്രശ്നത്തിലുമില്ല, അവൻ നമ്മളെ സഹായിച്ചിട്ടുമില്ല. പക്ഷെ ഇത് ഒന്ന് പുറത്തറിയുന്നത് പലപ്പോഴും ഈവൻ പറയുന്ന വെച്ചിട്ടായിരിക്കും. അവൻ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ അവൻ ആ പ്രശ്നത്തിൽ നിന്നേന്നും അവനെ സഹായിച്ചാൽ തോന്നിപ്പോകുമായിരിക്കും. ഏകദേശം ഇതുപോലെയാണ് താങ്കളുടെ സിനിമകളെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതായത് ഇപ്പം ആദ്യത്തെ സിനിമ അതെ ശ്രദ്ധിച്ചിരിക്കണം, മനസ്സിലാവും. അപ്പം ആദ്യത്തെ സിനിമയായ ജാവ ശരിക്കും പ്രേമത്തിൻ്റെ സെൻസർ കോപ്പി ലീക്ക്, അതിൽ നിന്ന് നിങ്ങളത് കാണുന്നു, നിങ്ങൾ ആ സിനിമ എടുക്കുന്നു. രണ്ടാമത്തെ സിനിമയിലേക്ക് വരുമ്പോൾ ഒരു പേപ്പർ കട്ടിങ് കണ്ട് അതിൽ നിന്നാണ് നിങ്ങൾ രണ്ടാമത്തെ സിനിമ എടുക്കുന്നത്. അപ്പം ഈ സിനിമകളിലേക്ക് വരുമ്പോൾ ഒരുപാട് റിയൽ ലൈഫ് സംഭവങ്ങളെ കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങൾ എടുക്കുന്നത്, ആ ഒരു ഇൻസ്പിറേഷൻ എടുക്കുന്നത്, അത് കണക്ട് ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് ഇത്തരം ഇൻസിഡൻസിനെ പ്ലേസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കൊണ്ടാണോ, റിയൽ ലൈഫ് ഇൻസിഡൻസ് ആളുകൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് തോന്നിയത് കൊണ്ടാണോ എന്ന് പറഞ്ഞതിൻ്റെ കൂടെ തന്നെ പറയണം, ആർ യു എ ട്രിക്കി റൈറ്റർ? കാരണം ഇത് പ്ലേസ്ഡ് ആവണം കറക്റ്റായിട്ട്. സോ ഇതാണ് എനിക്കറിയേണ്ടത്. അല്ല, നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ അങ്ങനെ നടന്നിട്ടുള്ളൊരു കാര്യം കഥ പറയുന്നതിന് ഭയങ്കരമായിട്ട് നമുക്കൊരു എന്താ പറയുക, പ്രേക്ഷകനൊരു കൗതുകം ഉണ്ടാക്കാൻ പറ്റും. ബേസ്ഡ് ഓൺ എ റിയൽ ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സിനിമ കാണാൻ പോകുമ്പോൾ എന്നെ അന്ന് അതൊന്ന് കാണണമല്ലോ എന്ന് പറയുന്നത് തോന്നൽ ഉണ്ടാക്കാറുണ്ട്. തരുൺ മൂർത്തി എന്ന ഒരു സിനിമാക്കാരനോട് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ കിടക്കുകയാണ്. ഒരു സിനിമയെക്കുറിച്ച് പറയുമ്പോൾ സൂപ്പർ ഹിറ്റ് സിനിമ കണ്ടിട്ടുള്ള ഒരാളാണ്, അവാർഡുകൾ വാങ്ങിയിട്ടുള്ള ഒരാളാണ്. ഒരു മിറാക്കുലസ് മാജിക്കൽ സക്സസ് ഫോർമുല ഒരു സിനിമയ്ക്കുണ്ടോ? തരുൺ മൂർത്തിയുടെ വാക്കുകളിൽ ഒരു ഹിറ്റ് സിനിമയ്ക്കുള്ള ചേരുവകൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഒരു സിനിമയെ അങ്ങനെ ആക്കുന്നത്? ഇല്ല, ഇന്ന ഫോർമുലയിൽ പോയി കഴിഞ്ഞാൽ ഒരു സിനിമ വർക്കൗട്ട് ആവുമെന്ന് ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റിൽ ഒരിക്കലും ഒരു സിനിമ ചെയ്യാൻ പറ്റില്ല. ചില രസക്കൂടുകൾ, ഇപ്പം ഞാനെപ്പോഴും സിനിമ ചെയ്യുന്ന സമയത്ത് അല്ല എഴുതുന്ന സമയത്ത് എൻ്റെ സിനിമയുടെ ഒരു സീനിൽ 5 കഥാപാത്രങ്ങളുണ്ടെങ്കിൽ ഒരു 6ാമത്തെ ഒരു ഇൻവിസിബിൾ ക്യാരക്ടറും കൂടി ഉണ്ടാവും. അത് ഓഡിയൻ്റാണ്, അത് ഞാൻ തന്നെ ആയിരിക്കും. എൻ്റെ ഓഡിയൻസിന് എങ്ങനെയായിരിക്കും അതിനെ തൃപ്തിപ്പെടുത്തുന്ന ആ സീനിൻ്റെ ലോജിക്ക്, ആ സീനിൻ്റെ ഹ്യൂമറുകൾ അല്ലെങ്കിൽ അവിടുത്തെ രസച്ചരട് ഒക്കെ വളരെ ഇൻവിസിബിളായിട്ട് ഓരോ സീനിലും ഞാൻ എന്നെ തന്നെ ഒരു പ്രേക്ഷകനായിട്ട് പ്ലേസ് ചെയ്യാറുണ്ട്. അത് ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരോടും പറയണം, നമ്മൾ എല്ലാ സീൻ എഴുതുമ്പോഴും 5 കഥാപാത്രം ഉണ്ടെങ്കിൽ 6ാമതൊരു കഥാപാത്രം കൂടി ആ സീനിൽ ഇൻവിസിബിളായിട്ട് വെച്ചിരിക്കണം. അത് പ്രേക്ഷകനായിരിക്കണം.